രാജ്യത്തിൻ്റെ ഒരു പൊതു ബഡ്ജറ്റിൻ്റെ സ്വഭാവത്തിൻ്റെ ഘടനയ്ക്ക് വിരുദ്ധമായി ആന്ധ്രാപ്രദേശിനെയും ബീഹാറിനെയും ആ രണ്ട് സംസ്ഥാനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ വരുത്താൻ പര്യാപ്തമായ ഫണ്ട് നൽകി എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ബഡ്ജറ്റ് പ്രസംഗത്തിൽ നടത്തി എന്നുള്ളത് തികച്ചും സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള പ്രഖ്യാപനം മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിതീഷ് നായിഡു ഡിപ്പെൻഡന്റ് അലയൻസ് അഥവാ NDA ഗവൺമെൻറ്റാണ് എന്നുള്ളത് ഞങ്ങൾ ഉന്നയിച്ച ആക്ഷേപം സ്ഥിരീകരിച്ചിരിക്കുന്നു. രാജ്യത്തെ ഒരു ദേശീയ തലത്തിലുള്ള ഒരു പൊതു ബഡ്ജറ്റിൻ്റെ സ്വഭാവം പോലും ഇല്ലാതാക്കിക്കൊണ്ടാണ് ശ്രീമതി നിർമ്മലാ സീതാരാമൻ ബീഹാറിനെ സംബന്ധിച്ചും ആന്ധ്രാപ്രദേശിനെ സംബന്ധിച്ചും ചില ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചത്. ഇനി ആനുകൂല്യങ്ങളുടെ ഉള്ളടക്കം പരിശോധിച്ചാൽ പുതുതായി ഒന്നുമില്ല എന്നുള്ളതും കൃത്യമായി ബോധ്യപ്പെടും. ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചില പ്രഖ്യാപനങ്ങൾ നടത്തിയത് നിലവിൽ എല്ലാ സംസ്ഥാനങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികളുടെ ഭാഗമെന്നതിനപ്പുറത്തേക്ക് ഒരു പ്രത്യേകതയുമില്ല. ബീഹാറിന് വേണ്ടി അനുവദിച്ചു എന്ന് പ്രഖ്യാപിക്കപ്പെട്ട 34,000 കോടി രൂപയുടെ പദ്ധതികൾ നിലവിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട പദ്ധതികളാണ്. അപ്പോൾ ആ രണ്ട് സംസ്ഥാനങ്ങളെയും കബളിപ്പിക്കാൻ വേണ്ടി കൂടി തന്നെയാണ് ഈ കാര്യവും പ്രഖ്യാപിച്ചിട്ടുള്ളത്. പേരെടുത്ത് പ്രഖ്യാപിച്ചുകൊണ്ട് അവരെ സംതൃപ്തിപ്പെടുത്തുക എന്നതിനപ്പുറത്തേക്ക് കാര്യമായ പരിഗണന ഈ രണ്ട് സംസ്ഥാനങ്ങൾ കിട്ടിയോ എന്നതും ബഡ്ജറ്റിൻ്റെ ഡീറ്റെയിൽസ് പരിശോധിച്ചാലേ അറിയാൻ കഴിയും. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, കേരളത്തിൽ നിന്നൊരു പാർലമെന്റ് അംഗത്തെ കൊടുത്താൽ കേരളം വികസിത സംസ്ഥാനമായി മാറുമെന്നും കേന്ദ്രത്തിൽ നിന്ന് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ കഴിയുമെന്നും ഒക്കെയുള്ള പ്രസ്താവനയോടുകൂടി തൃശ്ശൂരിൽ നിന്നും ലോക്സഭയിലേക്ക് ശ്രീ സുരേഷ് ഗോപി ജയിച്ചതിന് ശേഷം കേരളത്തിന് വേണ്ടി കേരളത്തിൻ്റെ പേരൊന്ന് ബഡ്ജറ്റിൽ പരാമർശിക്കാൻ ഒരു സ്ഥലത്ത് പോലും പരാമർശിക്കാൻ പോലും തയ്യാറായില്ല.